എന്താണ് സൂത്രരചന? തുടർച്ച. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ബ്രഹ്മസൂത്രത്തിനു ഭാഷ്യങ്ങൾ രചിച്ചവർ കൊണ്ടുവന്ന വിഭിന്നത സൂത്രാർത്ഥത്തിലും യഥാർത്ഥ അർത്ഥത്തിൽ നിന്ന് വിഭിന്നതയുണ്ടാക്കി. ഇതു വലിയ പ്രശ്നങ്ങളായും നിലനിന്നിരുന്നു. 1500–2000 വർഷങ്ങൾക്കിടയിൽ ആരും ധൈര്യപ്പെട്ടു മുതിരാത്ത ഒരു സൂത്രരചന അർത്ഥസമ്പൂർണതയോടെ ആധുനിക കാലത്തിനനുസരിച്ച ഭാഷാവിശേഷതയോടെ പിന്നീടു രചിച്ചതു ശ്രീനാരായണ ഗുരു മാത്രമാണ്. പ്രാചീന ഭാരതത്തിൽ ശാസ്ത്രങ്ങളിലെ അറിവിനെ സ്വയത്തിൽ നിറച്ച് അതു പ്രയോഗത്തിലൂടെ സ്വയം അനുഭവയോഗ്യമാക്കിയ ശേഷം സ്മൃതികളിലൂടെ ഓർമ്മയിലെടുത്തു ലോകത്തിനു സമർപ്പിക്കുന്ന ഋഷിവര്യന്മാർ ധാരാളം ഉണ്ടായിരുന്നു. ഇവർ ശാസ്ത്രത്തിലെ വിശദമായ അർത്ഥത്തെ മുഴുവൻ സ്മൃതിയിലൂടെ വെളിയിൽ കൊണ്ടുവരുവാൻ സാധിക്കുന്ന രീതിയിൽ സ്മരണയുണർത്താൻ തക്കതായ വാക്കുകളെ കുറിച്ചുവച്ച രീതിയാണ് സൂത്രരചനാ ഭാഷ. ബ്രഹ്മസൂത്രം രചിച്ച ബാദരായണ മഹർഷിക്കു ശേഷം ഏകദേശം 2000 വർഷങ്ങൾക്കിടയിൽ അവതാരമെടുത്ത ശ്രീനാരായണ ഗുരുവിന് പരമാത്മാവു നൽകിയ ബോധത്തിലുണർന്ന ഒരു വിശേഷ രചനയാണ് വേദാന്തസൂത്രം എന്ന പേരിൽ ഗുരു നമുക്കായി നൽകിയ ഗ്രന്ഥം. നമസ്തേ.